അഭിനേത്രികളിൽ ഒരാളായിരുന്നു KPC ലളിത. ചത്തുപോയവരൊക്കെ കയറ്റിക്കൊണ്ടുവരാൻ വിമാനത്തിനൊക്കെ ഭയങ്കരം ചാർജ് ആവൂല്ലയോ? ഓ, ചത്തു കഴിഞ്ഞാ പിന്നെ അമേരിക്ക ആയാലെന്നാ കിനാശേരി ആയാലെന്നാ. 550-ലേറെ ചിത്രങ്ങളിലായി മലയാളികളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കടക്കത്തറ വീട്ടിൽ K. അനന്തൻ നായരുടെയും ഭാർഗവി അമ്മയുടെയും മകളായി കായംകുളം രാമപുരത്ത് 1947 ഫെബ്രുവരി 25-നായിരുന്നു ജനനം. യഥാർത്ഥ പേര് മഹേശ്വരി അമ്മ എന്നായിരുന്നു. വളരെ ചെറുപ്പകാലം തന്നെ നൃത്തം പഠിച്ചിരുന്നു. 10ാം ക്ലാസ്സിൽ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങി. ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബിന്റെ ബലി എന്ന നാടകത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം കുറിച്ചത്. ഗീതയിലും SL പുരം സദാനന്ദന്റെ പ്രതിഭ ആർട്സ് ഗ്രൂപ്പിലും പ്രവർത്തിച്ച ശേഷമാണ് KPSCയിൽ എത്തിയത്. ആദ്യകാലത്ത് ഗായികയായിരുന്നു. മൂലധനം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നീ നാടകങ്ങളിൽ പാടുകയും ചെയ്തു. തോപ്പിൽ ബാസിയാണ് മഹേശ്വരി എന്ന പേര് KPSC ലളിത എന്നാക്കിയത്. 1971-ൽ ഉദയയുടെ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. തുടർന്ന് 1978-ൽ സംവിധായകൻ ഭരതനെ വിവാഹം കഴിക്കുകയും ചെയ്തു. അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകൾ എന്ന മമ്മൂട്ടി ചിത്രത്തിലെ അഭിനയം പ്രേക്ഷകരെ ആകർഷിച്ചിരുന്നു. ഭരതൻ ചിത്രമായ അമരത്തിലെ കഥാപാത്രത്തിന് 1991-ലും ജയരാജ് ചിത്രം ശാന്തത്തിലെ അഭിനയത്തിന് 2000 മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. 1978, 1990, 1991 എന്നീ വർഷങ്ങളിൽ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. തുടർന്ന് നിരവധി ടെലിവിഷൻ പരമ്പരയിലും അഭിനയിച്ചിട്ടുണ്ട്. കഥ തുടരും എന്ന ആത്മകഥയും എഴുതിയിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണായിരുന്നു. സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ് ഭരതനും ശ്രീകുട്ടിയുമാണ് മക്കൾ. KPSC ലളിത എന്ന നടിയുടെ വളർച്ച പ്രേക്ഷകർക്ക് മുന്നിലൂടെയായിരുന്നു. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലൂടെയും പോരാടിക്കൊണ്ടിരുന്നു. മലയാളി പ്രേക്ഷകരുടെ അമ്മയുടെ വിയോഗം അത്രമേൽ വേദനയാണ് മലയാള സിനിമാ ലോകത്തിനുണ്ടാക്കിയത്.